ഇവിടെ ഒരു പാസഞ്ചർ ഫ്ലൈറ്റ് കടലിലേക്ക് വീണു. എന്നാൽ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും കയറാതെ സേഫ് ആയിട്ടാണ് ഉള്ളത്. അതേപോലെ അകത്തുള്ള പാസഞ്ചേഴ്സും സേഫ് ആണ്. എന്നാൽ അവർ കടലിലേക്ക് വീണു എന്ന് മനസ്സിലാക്കിയതും നല്ലോണം പേടിക്കാൻ തുടങ്ങി. കാരണം ഫ്ലൈറ്റിലുള്ള ഓക്സിജൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുത്തൻ എല്ലാവരോടും ആരും പേടിക്കാതിരിക്കൂ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞു. ഫ്ലൈറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെല്ലാം ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്താൽ മാത്രമാണ് പുറത്തുള്ളവർ ഇവർ ഇപ്പോ ഉള്ള സ്ഥലം മനസ്സിലാക്കി രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇവർ പേടിക്കുന്നത് കൊണ്ട് തന്നെ ഫ്ലൈറ്റിലുള്ള ഓക്സിജൻ ലെവലും ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ചു പേരും പേടിച്ച് കരയാൻ തുടങ്ങി. വേറെ കുറച്ചു പേർ ഓക്സിജൻ ഇല്ലാതെ ബോധം കെട്ട് വീഴാൻ തുടങ്ങി. അപ്പോ അതാ ക്യാപ്റ്റൻ വന്ന് റെഡ് ബോക്സിനെ കുറിച്ച് വിവരിക്കാൻ തുടങ്ങിയത്. ഇത് എങ്ങനെങ്കിലും കടലിന്റെ മുകളിലേക്ക് കൊണ്ടുപോയാൽ മതി, അതോടെ ഇതിന് ചുറ്റിലുള്ള കപ്പലുകൾക്കെല്ലാം സിഗ്നൽ കിട്ടി നമ്മളുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് എങ്ങനെങ്കിലും പുറത്തെത്തിച്ചേ മതിയാകൂ. എന്നാൽ ഫ്ലൈറ്റിന്റെ അകത്ത് വെള്ളം കയറാനും പാടില്ല. ആ റിസ്ക് ആയ ജോലിയും ക്യാപ്റ്റൻ തന്നെ ചെയ്തു. അവർ വിചാരിച്ച പോലെ തന്നെ റെഡ് ബോക്സ് പുറത്തെത്തിക്കുകയും ചെയ്തു. അങ്ങനെ സിഗ്നൽ കിട്ടി ഫ്ലൈറ്റ് ഉള്ള സ്ഥലം കണ്ടുപിടിച്ച് എല്ലാവരെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു.